ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 73-ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 4-ാം തീയതി എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിലെ 7 ദിവസങ്ങൾ, ഇതിനകത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാരംഭ ദിവസമാകുന്ന പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൽ മർമ്മമഗ്രിയം ബാബിലോൺ എന്ന വ്യാവസായിക സമ്പന്ന രാഷ്ട്രത്തെ ദൈവം ന്യായം വിധിക്കുന്നതിനെക്കുറിച്ചും അന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് അവിടെ ന്യായവിധി വരുന്നത് എന്നതിനെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ നാം വ്യാഖ്യാനിച്ച് ചിന്തിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബാബിലോൺ എന്ന രാഷ്ട്രത്തെ മൃഗത്തോടുള്ള ബന്ധത്തിലാണ് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ബാബിലോൺ എന്ന മൃഗത്തെ ചുട്ടുകളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാബിലോനെ 10 കൊമ്പും കൂടി ശൂന്യവും നഗ്നവുമാക്കി അവരുടെ മാംസം തിന്നു കളയുകയും തീ കൊണ്ടവളെ ചുട്ടുകളയും ചെയ്യുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മൃഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനിയേൽ പ്രവചന തുടക്കത്തിൽ മൃഗമാണ് എന്നുള്ള രീതിയിലാണ് സ്ത്രീയെ വെളിപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് മർമ്മമഗ്രിയം ബാബിലോനാകുന്ന ദുഷിച്ച സകലത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന രാഷ്ട്രത്തെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെയാണ് ഇവിടെ സ്ത്രീയോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം നിർമ്മല കന്യകയും അവളുടെ തോഴിമാരുമായിട്ടുള്ള ബാക്കി നിത്യയോഗ്യതയായിട്ടുള്ള ഒരു കൂട്ടം ജനത്തെയാണ്, വിശുദ്ധന്മാരുടെ സംഘത്തെയാണ് സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധന്മാർ പണിതെടുക്കുന്നതെങ്കിൽ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദുരുപദേശകനാകുന്ന കള്ളപ്രവാചനും സാത്താൻ്റെ ആലോചന എല്ലാം കൂടി പണിതുയർത്തുന്നത് പൈശാചിക സാമ്രാജ്യത്വമായിരിക്കും. ദുഷിച്ച സകല കാര്യങ്ങളുമായിരിക്കും അന്നുണ്ടാകുന്നത്. അശുദ്ധിയുടെ നിറവിലാണ് അവർ അഴിഞ്ഞാടുന്നത് എന്നാണ് ഇനിയുള്ള കാലങ്ങൾ തെളിവാകാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പ്രവാചകന്മാർ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. അതെങ്ങനെ നിവൃത്തീകരിക്കപ്പെടുന്നു എന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലും യെശയ്യാവിന്റെ പ്രവചനത്തിലും രേഖപ്പെടുത്തുന്ന രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഇനി എന്താണ് രാഷ്ട്രങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഭാവിയിൽ ലോകത്തിലെ രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകമാരെ കൊണ്ട് ദൈവം പ്രവചിച്ചിട്ടുണ്ട് അവർക്ക് എന്തെല്ലാം സംഭവിക്കുന്നുള്ളത്. പക്ഷെ അത് ഓരോന്നിൻ്റെ സമയത്താണത് നടക്കുന്നത്. അത് വ്യക്തമായ രീതിയിൽ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളത് വേണ്ട രീതിയിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നാം പ്രസ്താവിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ യിരെമ്യാവിന്റെ പ്രവചനം 50-ാം അധ്യായം 1 മുതൽ 46 വരെയും 51-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 64 വരെയും 2 അധ്യായങ്ങൾ, യിരെമ്യാ പ്രവചനം 50-ഉം 51-ഉം അധ്യായങ്ങൾ ഈ ബാബേലിൻ്റെ ന്യായവിധിയോടുള്ള ബന്ധത്തെ രേഖപ്പെടുത്തിയത് മുഴുവനും എടുത്ത് ചിന്തിച്ചു പോയാൽ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. എൻ്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഉല്ലസിക്കുന്നതുകൊണ്ട്, ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിക്കളിക്കുന്നത് കൊണ്ട്, ബലമുള്ള കുതിരയെ പോലെ നിങ്ങൾ ചിറാലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും, നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ചു പോകും. അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവുമാകും. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, ഇത് യഹോവയുടെ പ്രതികാരമല്ലോ, അതിനോട് പ്രതികാരം ചെയ്യുവീൻ, അത് ചെയ്തപോലെ അതിനോട് ചെയ്യുവീൻ. അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥവുമായും ജാതികളുടെ പ്രയത്നം തീക്കരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോവുകയും ചെയ്യും. ഈ സ്ഥലത്ത് മനുഷ്യരോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ച് കളയുമെന്ന് അതിനെക്കുറിച്ച് അരുളി ചെയ്തുവല്ലോ എന്ന് പറയണം. അപ്പോൾ പ്രവാസത്തിന് മടങ്ങിപ്പോകുന്ന സമയത്ത് അതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രവചിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 17, 18 2 അധ്യായങ്ങൾ പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ മർമ്മമഗ്രിയം ബാബിലോണുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിരവധി പ്രവചന ഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പല ഭാഗങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ആ പ്രവചനങ്ങളെ നമ്മൾ ഓരോന്നായി പഠിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യിരെമ്യാവ് ഇങ്ങനെ 2 അധ്യായങ്ങളിലൂടെ 50-ാം അധ്യായത്തിൽ 50-ലും 51-ലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനം 47-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടത്ത് പോക, നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല, ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞ് ഞാൻ മാത്രം എനിക്ക് തുല്യമായ മറ്റാരുമില്ല, ഞാൻ വിധവയായിരിക്കുകയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായോ ഉള്ളവളെ ഇത് കേൾക്കുക. പുത്രനഷ്ടം, വൈദ്യവും ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസം തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ശുദ്ധപ്രയോഗങ്ങൾ ഇതാ താഴിയെ പോലെ ആയിത്തീരുകയോ അവർ അഗ്നിയാലയം തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല. നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്ത് ഓരോരുത്തരും താന്നാല ദിക്കിലേക്ക് അലഞ്ഞു പോകും, അത് ആരും നിന്നെ രക്ഷിക്കുകയില്ല. അപ്പോൾ ഞാനത് ചുരുക്കമായിട്ട് വായിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൃദയത്തിൽ പറയുകയാണ്, എനിക്ക് ഒരിക്കലും ഒരു കുഴപ്പമുണ്ട്, അതിൽ സമ്പത്തുണ്ട്, ഉറപ്പുള്ള ഗോപുരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, അവർ ചിന്തിക്കുന്നത് ഇത് ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണമാണ്, അത് അവന് ഉയർന്ന മതിപ്പായി തോന്നുമ്പോൾ ഒരിക്കലും ഒരു നാശം സംഭവിക്കില്ല, ഒരു വിഷയം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുമ്പോഴും മരണത്തെ തടയാനായിട്ട് മതിലിന് കഴിയത്തില്ല. അതുപോലെ ദൈവം അയക്കുന്ന ബാധകളെ തടയുവാനായിട്ട് സമ്പത്തിന് കഴിയത്തില്ല. ആർക്കെങ്കിലും മതിൽ കെട്ടി മരണത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? ആർക്കെങ്കിലും സമ്പത്ത് കൊണ്ട് ദൈവം അയക്കുന്ന ദുഃഖത്തെ മാറ്റി നിർത്താൻ കഴിയുമോ? ദൈവം പറഞ്ഞു, മരണം, ദുഃഖം, ക്ഷാമം മൂന്നും നീ എത്ര മതിൽ കെട്ടി പൊക്കിയാലും, നീ എത്രമാത്രം സമ്പത്ത് കൂമ്പാരമായി കൂട്ടിവെച്ചാലും ഈ മരണത്തെ നിനക്ക് മറികടക്കാൻ കഴിയത്തില്ല. ഇന്ന് ലോകത്തിൽ ഈ ഒരു ചോദ്യം ദൈവാത്മാവ് സകല മനുഷ്യരോടും ചോദിക്കുക. അതെ, നമുക്ക് വേണേൽ വീടിന് മതിൽ കെട്ടാം, സുരക്ഷിതമാകാം, പക്ഷേ മരണം കടക്കാതെ അടച്ചു കെട്ടാവുന്നൊരു വാതിൽ ഒരു മതിൽ പണിയാൻ ആർക്കും കഴിയത്തില്ല. ദുഃഖം കടന്നു വരാതിരിക്കാൻ നമ്മുടെ സമ്പത്തിനെ കൊണ്ട് തടയാൻ കഴിയത്തില്ല. ക്ഷാമം, ദൈവം അനുവദിച്ച ക്ഷാമം വന്നാൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ക്ഷാമം അനുഭവിച്ചിരിക്കും. നമ്മൾ വിചാരിക്കും ഈ സാമ്പത്തികം ഉള്ളതുകൊണ്ട് ക്ഷാമമൊന്നും വരത്തില്ലെന്നുള്ളത്. ഇന്ന് ലോകം സമ്പന്നമാണ്, പല രാജ്യങ്ങളും സമ്പൽ സമ്മിഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് സാധനവും വാങ്ങിക്കാം, സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ തന്നെ നമുക്ക് കാണാൻ പോകുന്നത്, ഈ യുദ്ധം ഒരു മാസത്തേക്കും നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ലോക വ്യാപാര വ്യവസ്ഥിതി താറുമാറാകും. സാധനങ്ങൾ കിട്ടാതില്ലാതെ വരും. ഞാൻ പറഞ്ഞത്, ഒരിക്കലും ക്ഷാമം വരികയില്ലെന്നോ അല്ലെങ്കിൽ എല്ലാം ഒരു കുഴപ്പമില്ലെന്നോ ഒന്നും ആരും ധരിച്ചു വയ്ക്കണ്ട. എന്തേലും ചരിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ക്ഷാമം വരാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പം എത്ര സമ്പത്തുണ്ടെങ്കിലും ശാസ്ത്രം എത്ര പുരോഗമിച്ച് ഏതെല്ലാം ശാസ്ത്ര മികവോടുകൂടി കൃഷി ഇറക്കിയാലും പണ്ടത്തെ കാലത്തേക്കാൾ ഉപരിയായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കുവാനും വിൽക്കുവാനും ഒക്കെയുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം ഒരു ബാധ അയച്ചാൽ അതിനെ തടയാൻ ആർക്ക് കഴിയത്തില്ല. നമുക്ക് തെളിവാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും തകർന്നു പോകാൻ അധികം സമയമൊന്നും വേണ്ട. മരണത്തെ തടയാൻ പറ്റിയ മതിലുകളില്ല, ദുഃഖത്തെ തടയാൻ പറ്റിയ സമ്പത്തില്ല, ക്ഷാമം വരികയില്ലെന്ന് വിചാരിക്കാൻ ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. ഇതെല്ലാം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. ഇവൾ വിചാരിച്ചത്, എനിക്ക് ഒന്നും പേടിക്കാനില്ല, മരണവും ദുഃഖവും ക്ഷാമവും ഒന്നും വരത്തില്ല, ഞാൻ തമ്പുരാട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിരാജിക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അഹങ്കാരത്തിൻ്റെ സമ്പന്നതയുടെ പുളപ്പിൽ മനുഷ്യൻ അഹങ്കരിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി ബാബിലോൺ മാറുമ്പോൾ ദൈവയുടെ ന്യായവിധി അയക്കുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുത്രനഷ്ടം എന്ന് പറഞ്ഞാൽ മരണം, വൈദ്യവം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നതിനെ കുറിച്ച് രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തെ നിനക്ക് ഭവിക്കും. ഇതിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ആണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നവർ അവർ ഈ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ക്ഷുദ്രപ്രയോഗങ്ങൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന കാലങ്ങൾ എന്നുള്ളത് ബൈബിളിൽ നമ്മൾ വായിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചിരുന്നു.
അവിടെ 9-21 അവൾ തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. വേദക്രിസ്തുവിന്റെ പഠന സമയത്ത് ഇത് വർദ്ധിച്ചു വരും. കൊലപാതകവും ക്ഷുദ്രവും ദുർനടപ്പവും മോഷണവും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട്, പൈശാചശക്തികളെ ഉപയോഗിച്ചുകൊണ്ട്, ഭൂതാത്മാക്കളെ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ വിചാരിക്കുന്ന അന്നത്തെ യുദ്ധ സാമഗ്രികളൊക്കെ ഇന്നത്തെ പോലെ മിസൈലൊന്നും ആകത്തില്ല. പരസ്പരം തമ്മിലടിക്കുന്ന പൈശാചിക ശക്തികൾ, ദുർഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കുകളായിരിക്കും, അക്രമങ്ങളായിരിക്കും അന്ന് ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് അത് നിർജ്ജീവമായിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുന്നതുകൊണ്ടും പ്രാർത്ഥനയും ആരാധനയും ഉള്ളത് കൊണ്ടുമാണ്. എന്നാൽ അന്ന് ഇതിനെ ആവഹിച്ചുകൊണ്ട് ഏതെങ്കിലും ദുർബോധ ശക്തിയുടെ ഒരുത്തിനുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുവന് വലുതുണ്ടെങ്കിൽ അവർ തമ്മിൽ പോരാട്ടമുണ്ടായിക്കഴിഞ്ഞാൽ ശക്തിയുള്ളത് ജയിക്കും എന്ന് പറഞ്ഞതുപോലെ പരസ്പരം തമ്മിലടിക്കുന്ന ഭൂതാത്മ ശക്തികളെ കൊണ്ട് യുദ്ധം ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ലോകത്തിൽ നിലവിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞു പോവുകയല്ല, കൂടി വരികയാണ് അനുദിനം ലോകത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറിയാൽ ഈ പറയുന്ന എല്ലാം അണപൊട്ടി ഒഴുകുന്ന പോലെ ലോകത്തിലേക്ക് പ്രവഹിച്ചു വരും. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ തണലിൽ ജീവിച്ച് ദൈവകൃപയിൽ എടുക്കപ്പെടുവാൻ ദൈവം ഒരുക്കിയ സമയം നഷ്ടമാക്കി കളയാതെ നമ്മുടെ പ്രയത്നം വൃഥാവല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പ്രയത്നങ്ങൾ വൃഥാവായിത്തീരും, വ്യർത്ഥമായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ജീവിക്കുന്ന, ദൈവം പണിയപ്പെടുന്നതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതെല്ലാം വ്യർത്ഥമായിത്തീരും. 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ആഡംബരവും എല്ലാം ഇല്ലാതായിത്തീരുമെന്ന് ഈ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, അത്യാഡംബര കപ്പലുകളൊക്കെ അതിന് അപകടം വന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ, 1 മണിക്കൂറിനുള്ളിൽ തീർന്നു പോകും. അങ്ങനെ ആഡംബരങ്ങളായിരിക്കുന്ന പലതും നിമിഷങ്ങൾ കൊണ്ട് നിലവിളി ഉയരുന്ന സ്ഥലങ്ങളായി മാറിപ്പോകാറുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക എന്നാണ് ഇത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വിനയത്തോടും താഴ്മയോടും കണ്ണുനീരോടും കൂടെ നമ്മുടെ പ്രവാസകാലം കഴിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാം എന്നുള്ളത് ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പണിയപ്പെടുവാൻ, ദൈവഭയത്തിൽ വർദ്ധിച്ചു വരുവാൻ വേണ്ടിയാണ് നാം ദൈവവചനത്തിലെ സത്യങ്ങളെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുന്നത്. പഴയ പ്രവാചകന്മാർ ഇങ്ങനെ പലതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് നാം കാണുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ള സംശയമില്ല. തുടർന്ന് വെളിപ്പാട് പുസ്തകം 18-9-10 വാക്യങ്ങളായി അവളോട് വേശ്യാസംഗം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്നവർ പറയും. ഭൂരാജാക്കന്മാർ, ഭൂമിയിലെ രാജാക്കന്മാരിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദേശമായിരിക്കുന്ന ഈ പറയുന്ന സമ്പന്നതയുടെ വാസ്ഥാന കേന്ദ്രമായിരിക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ രാജ്യം അല്ലെങ്കിൽ പ്രദേശം, അത് ബലമേറിയ പട്ടണമാണ്. 1 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ന്യായവിധി വന്നല്ലോ എന്ന് അവളോട് കൂടെ ഇതിനെ ഈ പാപത്തിൽ തിമിർത്ത് മതിച്ചിരുന്ന പുരാജക്കന്മാർ നോക്കി നിന്ന് അവളുടെ ദഹനത്തിന് പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇത് ഒരുപക്ഷെ എങ്ങനെയാണ് ഭൂരാജക്കന്മാരൊക്കെ അന്ന് കാണുന്നത് എന്നുള്ളത് സംശയം വരും. ഞാൻ പറഞ്ഞത് ഇതിന് ചുറ്റും എല്ലാവരും കൂടി വന്ന് നിൽക്കുകയല്ല. നമുക്കറിയാം, ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിടത്ത് എന്തെങ്കിലും ഒരു നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ വാർത്തകൾ സെൻസർ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും, കാണാൻ സാധിക്കും. അപ്പോൾ മോശയും ഏലിയാവും വന്ന് ചത്ത് കിടക്കുന്നതിനെക്കുറിച്ച്, അവർ കിടക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും കാണുന്ന മാത്രമേ വല്ലതും പഠിക്കാറുള്ളൂ, മനസ്സിലാക്കാറുള്ളൂ. മോശയും വരത്തില്ല, ഏലിയാവും വരത്തില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ 2 സാക്ഷികളാണെന്നുള്ളതിനെക്കുറിച്ച് നാം നമ്മുടെ വളരെ വ്യക്തമായി പഠിച്ചിരുന്നു. പക്ഷെ അവരുടെ ശവശരീരം വന്ന്
3.5 ദിവസം അത് അവിടെ കിടക്കുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും കാണുമെങ്കിൽ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കാണാനുള്ള അന്നത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഭൂരാജാക്കന്മാർ എല്ലാവരും അവരുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്തുനിന്നുകൊണ്ട് അവരുടെ ദഹനത്തിന് പോയി കാണുമ്പോൾ അവിടെ ചൊല്ലിക്കരഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൂരത്തിരിക്കുന്ന ഏത് രാജ്യത്ത്, തെക്കേ അമേരിക്കയിലോ വടക്കേ അമേരിക്കയിലോ ശ്രീലങ്കയിലോ എവിടെയുള്ളവർക്കും കാണാൻ സാധിക്കും. ഇവളുമായി ബിസിനസ് ശൃംഖല പടുത്തുയർത്തിരുന്ന എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള രാജാക്കന്മാർ ഇവരുടെ നാശത്തെ സ്ക്രീനിൽ കാണും. അവിടെ കിടന്നവർ നിലവിളിക്കും. എന്താ പറയുക, അതുകൂടെ പറയുന്നത്, അയ്യോ അയ്യോ മഹാനഗരമേ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. മഹാനഗരമായ ബാബിലോൺ സമ്പന്നത കൊണ്ട് ബലമേറിയ പട്ടണമായിരുന്നു. ലോകവ്യാപാരത്തെ ശുദ്ധപ്രയോഗം കൊണ്ട് മയക്കി നിയന്ത്രിതരാക്കിയ നഗരത്തിനാണ് ഇതുപോലൊരു അന്ത്യമുണ്ടാകുന്നത്. സാധാരണമായിരിക്കുന്ന ലാഭമൊക്കെ ആവശ്യമാണ്. പക്ഷേ അന്യായമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ അതിൻ്റെ പുറകിൽ കാണും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ കുതന്ത്രങ്ങളും ശുദ്ധപ്രയോഗങ്ങളും മുഖാന്തരമായി സമ്പാദിച്ചു കൂട്ടിയ വലിയ സമ്പന്നതയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഇല്ലാതാകുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അന്ത്യമുണ്ടാകുന്ന 3 പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ, 18-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ബാബിലോണിൻ്റെ അന്ന് ഉണ്ടാകുന്ന 1 മണിക്കൂർ അതിനുണ്ടാകുന്നത് 3 കാര്യങ്ങളാണ് എന്നുള്ളത് വെളിപ്പാട് 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതിൻ്റെ ന്യായവിധി 1 ദിവസം കൊണ്ട് ബലമേറിയ പട്ടണത്തിൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു പോകും എന്നുള്ളതാണ് 1 മണിക്കൂർ കൊണ്ട് സംഭവിക്കുക. 1 മണിക്കൂറിൻ്റെ ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം 18-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. 3-ാമത് പറയുന്നത് 18-19 മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. അപ്പോൾ മഹാനഗരത്തിൻ്റെ ബലം, അതിൻ്റെ സമ്പത്ത്, അതിൻ്റെ അലങ്കാരം എല്ലാം പടുത്തുയർത്തിയത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. ബാബേൽ പടുത്തുയർത്തിയത് അത് പല വിധത്തിലായ അതിൻ്റെ സിസ്റ്റം വ്യാപരിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ കേവലം 1 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോകും, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, അലങ്കാരം നഷ്ടപ്പെടുന്നതിൻ്റെ അർത്ഥം പൈശാചിക സാമ്രാജ്യത്വം പടുത്തുയർത്തുന്ന അതിൻ്റെ എല്ലാ അലങ്കാരങ്ങളും സമ്പത്തും ബലവും കേവലം 1 മണിക്കൂർ കൊണ്ട് ഇല്ലാതായി തീരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളോടുകൂടെ അവിഹിതമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന സകല രാജാക്കന്മാരും അതുപോലെ രാജ്യങ്ങളവിടെ ദഹനത്തിൻ്റെ പുക കണ്ടുകൊണ്ട് ഭയപ്പെട്ട് മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ദൂരത്ത് മാറി നിൽക്കുകയുള്ളൂ. അതല്ലാതെ അവളുടെ സഹായത്തിനായിട്ട് ആർക്കും വരാൻ കഴിയാത്തതിൻ്റെ കാരണം എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സഖ്യകക്ഷികളെയും ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇവർ ദൂരത്ത് മാറി നിൽക്കുന്നത്. ആരും സഹായിക്കാൻ വരത്തില്ല. കാരണം അത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു ആധിപത്യം ഭരണം എതിർ ക്രിസ്തുവിൻ്റെ 10 രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ മറ്റാർക്കും അവിടേക്ക് സഹായിക്കാൻ ചെല്ലാത്തതുകൊണ്ടാണ് ഇവൾ കൈവിടപ്പെട്ടു പോകുന്നത്, അത് നാശത്തിലേക്ക് പോകുന്നത്. ആരും സഹായിക്കാൻ കാണത്തില്ല. അപ്പോൾ രാഷ്ട്രങ്ങളെ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ അവർക്ക് നിലനിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇല്ലാതായി തീരും. നമുക്കറിയാം, ഓരോ രാജ്യത്തെ നിലനിൽപ്പിന് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടെ ഈ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും അടുത്തു വരത്തില്ല. കാരണം എതിർ ക്രിസ്തുവും അവൻ്റെ സഖ്യകക്ഷികളും കൂടിയാണ് ഈ മർമ്മം മഗ്ദയം ബാബിലോണിനെ ദേക്ഷിച്ചില്ലെങ്കിൽ ആ ദേശത്തെ ദേക്ഷിച്ചില്ലാതാക്കി കളയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ എതിർ ക്രിസ്തുക്കൾ ഉൾപ്പെടുന്ന 12 രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇവിടെ ഇല്ലാതാക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് വായിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ 18-ാം അധ്യായം 11, 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന, ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രക്തം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധം സമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സമാനം, ലവംഗം, ഏലം, ധൂവർക്കം, മൂര്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്ന് ചരക്കിനി ആരും വാങ്ങാകിയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 29 കൂട്ടം ഐറ്റങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പൊന്നിൽ തുടങ്ങി
മനുഷ്യപ്രാണനാകുന്ന രക്തത്തിൽ അവസാനിക്കുന്നു. ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത സമയത്തൊക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും മറ്റ് ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്ത സമയത്തൊക്കെ ഒരു 10, 50, 100 വർഷം മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സംശയമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അത് ട്രാൻസ്ലേഷൻ വളരെ കൃത്യമായി ചെയ്യാത്തത്. മനുഷ്യദേഹം എങ്ങനെ വിൽക്കും? അപ്പോൾ അതുകൊണ്ട് ഒരു അടിമകൾ എന്നുള്ള രീതിയിലാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മനുഷ്യപ്രാണൻ എന്നുള്ളത് അത് ഇവിടെ രേഖപ്പെടുത്തിയത് രക്തമാണ്, മനുഷ്യൻ്റെ പ്രാണൻ രക്തമാണ്. പക്ഷെ അന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കാര്യം ഒരാൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അതിന് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങനെ എഴുതുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ബിസിനസ്സാണ് മനുഷ്യദേഹം, മനുഷ്യപ്രാണം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ ഇല്ലല്ലോ എന്നുള്ളൊരു സംശയം ആർക്കും വരരുത്. കാരണം അവർക്ക് അന്ന് അത് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ അവയവങ്ങൾ വിൽക്കുമെന്നോ അല്ലെങ്കിൽ രക്തം ഒരു ബിസിനസ്സായിട്ട് മാറുമെന്നോ ഒന്നും ഒരു 50 വർഷം മുമ്പൊക്കെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ചിന്തിക്കാൻ പറ്റാതെ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നമ്മളൊക്കെ പലയിടത്ത് എഴുതിയിട്ടുള്ള കണ്ണിന് പകരം കണ്ണില്ല എന്ന് എഴുതിയിട്ടില്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ? ദർ ഇസ് നോ സ്പെയർ, ഇല്ല, ഇതിന് സ്പെയർ പാർട്സ് ഇല്ലാത്തതാണ് മനുഷ്യ ശരീരം, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ആണ് നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. പരസ്യം എഴുതിയിട്ടുണ്ട്, ദർ ഇസ് നോ സ്പെയർ പാർട്സ് ഫോർ ദ ഹ്യൂമൻ പാർട്സ്. അതുകൊണ്ട് കണ്ണും കാലും കൈയും ഒക്കെ സൂക്ഷിക്കണമെന്നാണ് നമ്മളെ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? എങ്ങനെയാണ് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. 50 വർഷം മുമ്പ് ഇത് എഴുതുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വെളിപ്പാട് പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ എഴുതിയ ആൾക്കാരെ പരിശുദ്ധാത്മാവ് അത്രമാത്രം ഹേമിച്ചിട്ട് അവർ മാത്രമേ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ്, അല്ലാത്തവരൊക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ വിവിധ ഭാഷകളിൽ എഴുതുമ്പോൾ ട്രാൻസ്ലേഷൻ വരുമ്പോൾ അത് വായിക്കുന്ന അവരെ അതാകണം, കറക്റ്റ് അല്ല. എന്നാൽ ഇതിൻ്റെ പുറയിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യദേഹവും മനുഷ്യപ്രാണൻ എന്നുള്ളത് അവസാന ബിസിനസ്സാണ്. ലോകത്തിൽ അവസാനമായി പൊടിപിടിക്കാൻ പോകുന്ന ബിസിനസ് മനുഷ്യൻ്റെ ബോഡി പാർട്സുകൾ അഥവാ മനുഷ്യ അവയവങ്ങൾ വിൽക്കുന്ന ബിസിനസ് ആയിരിക്കും. അതുപോലെ മനുഷ്യ രക്തം അത് വിൽക്കത്തക്കവണ്ണമുള്ള രീതിയിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇന്ന് ബ്ലഡ് ആവശ്യമുള്ളവർക്ക് മറ്റൊരു ഡോണർ കൊടുക്കുന്ന ഒരാൾ അത് കൊടുത്തിട്ട് അത് മറ്റൊരാളത് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി അങ്ങനൊരു സ്ഥിതി വരേണ്ട ആവശ്യമില്ല. ഇപ്പം മനുഷ്യദേഹം, ബോഡി പാർട്സ്, ഞാൻ മറ്റുള്ള ഇതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ ലോകത്തിൽ അവസാനമായി വന്നിരിക്കുന്ന ലോക വ്യാപാര കമ്പോളത്തിലെ അവസാന വ്യാപാര വസ്തുക്കളാണ് മനുഷ്യദേഹവും മനുഷ്യപ്രാണനും. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷൻ എവിടെയെങ്കിലും ഇന്ന് സ്ലേവ്സ് എന്ന് കാണും, അത് അവർക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യദേഹം എന്നുള്ളത് അവരതിനെ ദാസന്മാർ എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനുഷ്യൻ്റെ ശരീരാവയവങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യപ്രാണൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാണൻ, അത് രക്തമാണ്. അപ്പോൾ ഇതിനെ ട്രാൻസ്ലേഷൻ അങ്ങനെ ഉണ്ടെങ്കിലും അത് കൺഫ്യൂഷൻ ആക്കണ്ട. മലയാളത്തിലൊക്കെ ട്രാൻസ്ലേഷൻ വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നുള്ളത് മനുഷ്യൻ്റെ അവയവങ്ങളും മനുഷ്യൻ്റെ രക്തവുമാണ് എന്നുള്ളതിന് സംശയം ഏതുമില്ല. അതിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അധികം താമസിയാതെ രക്തവും ഒരു കമ്പോള വസ്തുവായി ഉൽപ്പാദിപ്പിക്കപ്പെടും. O പോസിറ്റീവോ ബി പോസിറ്റീവോ AB നെഗറ്റീവോ അല്ലെങ്കിൽ അപൂർവ ഗ്രൂപ്പുകളോ ഏത് ഗ്രൂപ്പും വാങ്ങിച്ച് വേണ്ടിയവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ലോക വ്യവസ്ഥിതി മാറാൻ പോകുന്നു. കാരണം ഇന്ന് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയുള്ള വെമ്പൽ കൊണ്ട് ഉള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ മനുഷ്യാവയവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഡോണർ ചെയ്യുന്ന, ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ അതിൻ്റെ അവയവങ്ങൾ മാതാപിതാക്കൾ അത് കൊടുത്തതുകൊണ്ട് 3-4 ആൾക്കാർക്ക് അവർക്കത് പ്രയോജനപ്പെടുവാൻ ഇടയായിരുന്നു. അപ്പം അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സായി വ്യാപാരമായി മാറും. അപ്പോൾ അത്രമാത്രം രോഗം കൂടി കൂടും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ വ്യവസ്ഥയെ കൂടി വെളിപ്പെടുത്തുകയാണ്. ഇത് എല്ലാം മനുഷ്യനിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന, അവൻ്റെ പ്രധാന ശരീരാവയവങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ഒരു രീതിയിലേക്ക് മാറ്റുമ്പോഴിത് വിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രോഗം പടരുകയും, അതുകൊണ്ടാണ് നമ്മുടെ ശരീരാവയവങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാവരുടെയും ശരീരാവയവങ്ങൾ അത് സംരക്ഷിക്കപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം അല്ലെങ്കിൽ
ഇത് സ്ഥിരമായിട്ടുള്ളവർക്ക് അറിയാം, ഇന്ന രീതിയിലായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവയവങ്ങൾ ഫെയിലറാകും. ഇത് അധികം താമസിയാതെ ഇതെങ്കിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന ഒരു ബൾബൊക്കെ 10,000 മണിക്കൂറൊക്കെ പറഞ്ഞ് 10,000 മണിക്കൂർ കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വാങ്ങിക്കുന്നതൊക്കെ 1000 മണിക്കൂർ പോലും കിടക്കത്തില്ല. നമുക്കറിയാം ബാറ്ററികൾ, വണ്ടിയുടെയൊക്കെ ബാറ്ററികൾ, പണ്ടൊക്കെ വാങ്ങിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിന് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാലും 1-2 വർഷമോടെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 2 വർഷമായി ഗ്യാരണ്ടി എങ്കിൽ ഗ്യാരണ്ടി പീരീഡ് തീരുന്നതിന് മുമ്പായിട്ട് അത് പോയിരിക്കും. എങ്കിൽ മാത്രമേ അടുത്തത് വാങ്ങിക്കൂ. അപ്പോൾ ഇന്ന് യൂസ് ആൻഡ് ത്രോ ടൈപ്പ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഉപയോഗിക്കുക, കളയുക. റിപ്പയറിങ്ങിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുക, കളയുക. കാരണം സാധനങ്ങൾ ചീപ്പായി, വില കുറവായി, അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട കാലമില്ല. പണ്ട് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും കാണും, അല്ലേ? പണ്ട് ഉപയോഗിച്ച കണ്ണാടിയും, പണ്ട് ഉപയോഗിച്ച ചീപ്പും, പണ്ട് ഉപയോഗിച്ച വാച്ചും, പണ്ട് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നവർ കാണും. അത് അന്നത്തെ ഒരു സാഹചര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം. പക്ഷേ ഇന്ന് ഇപ്പം അങ്ങനെയല്ല. യൂസ് ആൻഡ് ത്രോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നു, ഇല്ലാതാക്കി കളയുന്നു, അതിനെ വേണ്ട, ഉപേക്ഷിച്ചു. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് മനുഷ്യൻ്റെ ശരീരാവയവങ്ങളെയും, അത് യൂസായി അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റി അടുത്തത് വയ്ക്കാം. സാധനം ഉണ്ടെങ്കിൽ എളുപ്പമായില്ലേ, പ്രശ്നമില്ലല്ലോ. കണ്ണ് പോയെങ്കിൽ കണ്ണിന് പകരം വേറൊരു കണ്ണ് വെച്ചാൽ പോരെ. ഹൃദയം ഫെയിലായാൽ അതിന് തക്കതായിട്ട് ഹൃദയം റെഡിയാണെങ്കിൽ അത് വെച്ച് തുന്നിപ്പിടിപ്പിക്കാനുള്ള മികവ് ശാസ്ത്രം കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. പക്ഷേ ഇതിന് ഇപ്പോൾ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വാഭാവിക ജനനത്തിലൂടെ അല്ലാതെ, സ്വാഭാവിക ജനനത്തിലൂടെ ജനിക്കുന്നവരുടെ അവയവങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഷോർട്ടേജിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ക്ലോണിങ്ങിലൂടെയൊക്കെ കൃത്രിമമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കും. അറിയാം, പണ്ടൊക്കെ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 21 ദിവസമൊക്കെ എന്തൊരു കഷ്ടപ്പെട്ടൊക്കെ അല്ലേ അമ്മച്ചിമാരൊക്കെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയാണല്ല. ഇപ്പം ലക്ഷക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങളെ പ്രത്യേക ലൈറ്റ് കൊടുത്ത് വിരിയിച്ച് വെളിയിൽ കൊണ്ടിരുന്നുണ്ട്. തള്ളക്കോഴികളുടെ ആവശ്യമില്ല. അപ്പം അതൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ വലിയ കാര്യങ്ങളാണ്. നമുക്കെല്ലാവരും പ്രയോജനമുണ്ട്. ഇപ്പോൾ ക്ലോണിങ്ങിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കളൊന്നും ക്ലെയിം ചെയ്യാനില്ലാത്തതുകൊണ്ട്, അത് കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഇവരെ ലബോറട്ടറികളിൽ വെച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ സ്ലോട്ടർ ചെയ്തിട്ട് അതിനെ അവയവങ്ങളാക്കി മാറ്റി പാഴ്സൽ ചെയ്ത് അയക്കേണ്ട സ്ഥലങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും. കാര്യം മനസ്സിലായല്ലോ. ഇന്ന് ഒരാളുടെ ശരീരത്തിൽ നിന്ന് അവയവം കിട്ടണമെങ്കിൽ സമ്മതപത്രം വേണം. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. കടമകളെല്ലാം കടന്നെങ്കിൽ മാത്രമേ അവയവം ഒരാളിൽ നിന്ന് മറ്റൊരാൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ബിസിനസ് സഹകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് വെച്ച് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ഒരു ലോകം വരാൻ പോകുക ഇങ്ങനെ യാതൊരുവിധമായ തടസ്സങ്ങളും ഇല്ലാതെ മനുഷ്യനെ ക്ലോണിങ്ങിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സുകൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അത് പാക്കറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സായി മാറും. ഞാൻ പലരോടും പറയാറുണ്ട്, ഇനി തുടങ്ങാൻ പോകുന്ന ഏറ്റവും നല്ല ബിസിനസ് വേണമെങ്കിൽ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിക്കോ. അതുപോലെ ബ്രെഡിൻ്റെ ബിസിനസ് അവസാനം തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ്. പണ്ട് സ്വർണ്ണവും വെള്ളിയും പട്ടും കടും ചുവപ്പും ചന്ദനത്തിനങ്ങളും ആനക്കുമ്പോൾ ബിസിനസ്സൊക്കെ നടത്തിയാൽ പോകുന്നെങ്കിൽ അധികം താമസിയാതെ ഈ ലോകത്തിൽ കൊഴിപ്പിക്കാൻ പോകുന്ന ബിസിനസ്സാണ് മനുഷ്യൻ്റെ ദേഹം, ബോഡി പാർട്സുകൾ വിൽപ്പനയ്ക്കായി വരും, മനുഷ്യരക്തം വിൽപ്പനയ്ക്കായി വരും. ഇനി ഇതിനെ നിയമം മൂലം അവയെ സൃഷ്ടിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന താമസമേ ഉള്ളൂ മനുഷ്യാവയവങ്ങളുടെ വ്യാപാരം പൊടിപിടിക്കുക. ഇതിന് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തടസ്സം വെച്ചിട്ടുണ്ട്. ഈ തടസ്സം മാറിക്കഴിഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും അവയവങ്ങൾ. എന്ത് വേണമെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് അത് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്കുകൾ ഇനി ആരും വാങ്ങുകയാകിയാൽ അവളെ ചൊല്ലിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നശിക്കാൻ പോകുന്നത്, അത് ഇല്ലാതായിത്തീരുന്നത് പ്രതികാര കാലത്തിൻ്റെ ആ ദിവസത്തോടുകൂടി ഈ ബിസിനസ് തകരുന്നതോടുകൂടി അതാരും വാങ്ങിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നതിന് കാരണം എന്താണെന്നതിന് മുമ്പിൽ നമ്മളത് ചിന്തിക്കും. അപ്പോൾ അത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാകുമ്പോൾ ലോക വ്യവസ്ഥിതിയുടെ സാമ്പത്തിക ഫോറം അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥിതി താറുമാറാകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരും. അപ്പം ഇനി നിയമം മൂലം ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത് ഇത് ഇഷ്ടം പോലെ വ്യാപാരത്തിനായി ലഭിക്കാനിടയത്. ഇത്
മനസ്സിലാക്കുക, ഇങ്ങനെ തരംതിരിച്ചുള്ള അവയവ വ്യാപാരം കമ്പോളങ്ങളിൽ വരുവാൻ അധികം താമസമില്ല. അതിനുള്ള ഷോപ്പുകൾ തയ്യാറാകും. ആശുപത്രിയോടനുബന്ധമായിട്ട് ഏറ്റവും അധികം മെഡിസിൻ എന്നത് ഫാർമസി, അതിനേക്കാൾ കൂടുതലായിട്ട് പൊടിപിടിക്കാൻ പോകുന്നത് അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള സ്പെയർ ബോഡി പാർട്സുകളുടെ കടകളായിരിക്കണം. നമുക്കറിയാമല്ലോ, ഓട്ടോമൊബൈൽ പാർട്സൊക്കെ വിൽക്കുന്നത് അതിന് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ അവയവങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വരും. അപ്പോൾ ഇത് സംഭവിക്കുന്നതിന് മുമ്പായി മറ്റൊരു വലിയ സംഭവം നടന്നിരിക്കും. എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി നാം അവൻ്റെ ശരീരത്തിന് അവയവങ്ങളാണ്. അവിടെവിടങ്ങളായി ചിതറിക്കിടക്കുന്ന അവൻ്റെ ശരീരത്തിന് അവയവങ്ങളായിരിക്കുന്ന നമ്മെ കർത്താവ് തൻ്റെ മധ്യാകാശ വരവെങ്കിൽ അവനോടുകൂടി നമ്മളെ ഒന്നാക്കി ചേർക്കും. അപ്പോൾ അതിനുശേഷമായി ഇവിടെ ജീവനോടിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവര് അവയവങ്ങൾ ഇവിടെ തരംതിരിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടി വിൽക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അതിന് മുമ്പായി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് ചേരുവാനുള്ള അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ചേർത്തുകൊള്ളും. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാ, അവനോട് നാം ചേരാനുള്ളവരാ, അവൻ നമ്മെ അവനോടുകൂടി ചേർക്കും. എന്നാൽ ലോകത്തിൽ വരാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ലോകത്തിൽ ശരീരത്തിൻ്റെ പാർട്സുകൾ, അവയവങ്ങൾ, അത് പാർട്സുകളാക്കി വെച്ചുകൊണ്ട് മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ വേണ്ടി അതിനെ വിൽപ്പന നടക്കുന്നൊരു വിൽപ്പന ചരക്കാക്കി മാറ്റുമ്പോൾ കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്ന അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ചേർത്ത് എടുക്കുമെന്നുള്ളതും ഈ സമയത്ത് നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അപ്പോൾ മനുഷ്യപ്രാണനായിരിക്കുന്നത് രക്തമാണ്. കർത്താവ് നമുക്ക് രക്തം നമ്മൾ വീണ്ടെടുത്തു. ഇതൊക്കെ ഈ ലോകാവസാനത്തിന് ആരംഭം കുറിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ലോകാവസാന അന്ത്യത്തിലേക്ക് വരുമ്പോൾ അത് പൊരുളായിത്തീരുക. യേശുക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി ചീന്തി, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അത് മുഖാന്തരം കർത്താവിൻ്റെ മധ്യാകാശ വരുവെങ്കിൽ അവനോടുകൂടി ചേർക്കപ്പെടും. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചെയ്യുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. എന്നാൽ ലോകത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന കൃത്രിമ രക്തങ്ങൾ ബോട്ടിലിൽ കാണും. അത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാക്കി അവനെ മാറ്റുവാൻ വേണ്ടി സജ്ജമാക്കുവാൻ അവയവങ്ങളും മനുഷ്യൻ്റെ രക്തവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യ ജീവിതത്തിന് വലിയ പ്രയാസമില്ലാതെ മുമ്പോട്ട് ആയുസ്സ് ദീർഘിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് ആർക്കും സംശയമില്ലല്ലോ. അപ്പം പുതിയ ജീവൻ കൊടുക്കുന്ന രക്തം ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ, അതുപോലെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾ പോയാലും അതിന് പകരം വയ്ക്കാൻ സാധനം കിട്ടുമെങ്കിൽ, പിന്നീട് ഈ ബോഡി ആയിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഏത് സാധനം ഫിറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതിൻ്റെ ജീവനെ നിലനിർത്തുന്ന കൃത്രിമ ബ്ലഡ് കൂടി കൊടുത്ത് ഇവിടെ നിലനിർത്തി പോകാമെന്നൊരു മരണത്തെ പോലും മാറ്റിവിടുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മരണം 5 മാസത്തേക്ക് വിട്ട് മാറിപ്പോകുമെന്ന്. നമ്മൾ നേരത്തെ പഠിച്ചില്ല, 5 മാസത്തേക്ക് മരണം വിട്ട് മാറിപ്പോകുമെന്ന്. അപ്പോൾ കൃത്രിമമായിട്ടുള്ള വൃക്ക വെച്ചും കൃത്രിമമായിട്ടുള്ള കരൾ വെച്ചും ഹാർട്ട് വെച്ചും കൃത്യമായ രക്തം വെച്ചൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോൾ മരിക്കാൻ മനുഷ്യൻ കൊതിക്കും. അന്ന് മരണം അവരെ വിട്ട് മാറിപ്പോകുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5ാമത്തെ കാഹളനാദം ഊതുന്ന കാലത്തുണ്ടാകുന്ന 2ാമത്തെ കർഷ നിമിത്തം മനുഷ്യർ 5 മാസം മരിക്കുവാൻ കൊതിക്കുന്നതുകൊണ്ട് ഇവയുടെ വ്യാപാരം തകർന്നു പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയുള്ള വലിയ തത്രപ്പാടിൽ പലതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് മനുഷ്യൻ മരിക്കാൻ വേണ്ടി കൊതിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന എല്ലാ വ്യാപാരങ്ങളും നിലച്ചു പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോഴാണ് ഇവിടെ വ്യാപാരത്തിൽ ഇടിവരികയും കമ്പോളം സ്തംഭിച്ചു പോവുകയും ലോക വ്യാപാര സമ്പദ് വ്യവസ്ഥ താറുമാറുകയും ചെയ്യുന്നു. എത്ര പരിശ്രമിച്ചാലും തിരികെ കയറാൻ കഴിയാത്ത വിധത്തിൽ സമ്പദ് വ്യവസ്ഥ അധപ്പതനത്തിലേക്കാകുന്നതാണ് ഇതിൻ്റെ കേന്ദ്രസ്ഥാനമായ ബാബിലോനെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന എതിർക്രിസ്തുവും സംഘവും അവളെ ദേഷിച്ച് നശിപ്പിച്ച് തീക്കരയാക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ്. പൊന്നും രക്തവും മുത്തും ഏലവും ലവംഗവും പട്ടും ഇതെല്ലാം വേണം. മനുഷ്യദേഹവും മനുഷ്യപ്രാണനും ഒക്കെ ആവശ്യമാണ്. അവസാന ബിസിനസ്സും ആവശ്യമാണ്. പക്ഷെ എന്നാൽ മനുഷ്യൻ മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരുമ്പോൾ, മരണം വിട്ട് മാറിപ്പോകുമ്പോൾ, അന്ന് ദാരുമായി 5 മാസം കൊണ്ടാണ്
അന്നത്തെ സമ്പന്നമായി നിന്നുകൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥ തകർന്നു പോവുകയും തിരികെ കയറാൻ കഴിയാത്ത വിധത്തിൽ അത് ആയിത്തീരുമ്പോൾ ഇതിനെ ചുമന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന എതിർക്രിസ്തുവും സംഘരാഷ്ട്രങ്ങളും കൂടി ഇതിനെ ഇല്ലാതാക്കി കളയുന്നത്, സമ്പദ് വ്യവസ്ഥ തകർത്ത് കളയും. അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ കാര്യം മനസ്സിലായി വിചാരിക്കുന്നില്ല. അല്ല വെറുതെ എതിർക്രിസ്തുവും സംഘസൈന്യം കൂടി ചെയ്യുന്നതല്ല, ദൈവം തന്നെ ഇത് ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ദൈവം 5 മാസത്തേക്ക് മരണം അങ്ങ് മാറ്റിവിടും. അന്ന് മനുഷ്യൻ മരിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ആർക്കും പട്ടും വേണ്ട, പുടവയും വേണ്ട, സ്വർണവും വേണ്ട, ഒന്നും വേണ്ട, മനുഷ്യന് പാർട്സും വേണ്ട, രക്തവും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെന്ന്. അങ്ങനെയാണിത് തകർന്നു പോകുമ്പോൾ ഇനി ഇതിനെ ചുമന്നിട്ട് കാര്യമില്ല എന്ന് കാണുമ്പോഴാണ് അതിനെ ദേഷിച്ച് അതിനെ ഇല്ലാതാക്കി കളയുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ദൈവം വരുത്തി വയ്ക്കുന്നതാണ്, ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നതാണ് സംഭവിക്കുന്നത്. തുടർന്ന് 18-ാം അധ്യായം 14-16 വാക്യങ്ങൾ പറയുന്നത്, നീ കൊതിച്ച കായ്ക്കനിയും നിന്നെ വിട്ടുപോയി, സാധും ശോഭയുമുള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി, നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഞാൻ ഇപ്പോൾ മനുഷ്യ പ്രാണൻ എന്നുള്ള വിഷയം എടുത്ത് പ്രസംഗിക്കാനാണെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കാം. ഇന്ന് നടക്കുന്ന സംഭവങ്ങളോട് ബന്ധത്തിൽ, വരാൻ പോകുന്ന ബിസിനസ്സോട് ബന്ധത്തിൽ വേണമെങ്കിൽ ദീർഘമായി അതേക്കുറിച്ച് മാത്രം വേണേൽ പ്രസംഗിക്കാം. ഓരോ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചും അതെന്തിനു വേണ്ടിയാണെന്നും ഏത് രോഗത്തിന് വേണ്ടിയാണെന്നും ഇനി വരാൻ പോകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ഇന്ന് പ്രസംഗിച്ചാൽ ഇത് മനുഷ്യർക്ക് മനസ്സിലാകും. പക്ഷെ ഒരു 10-30 വർഷം മുമ്പ് ഇത് പ്രസംഗിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞൊരു വെളിപ്പാട് ദിവസം അന്ന് വായിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ അന്നും വായിച്ചവരുണ്ടായിരുന്നു. 10-100 ഇത് കിട്ടി അന്ന് മുതൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അവർക്കത് അത്രമാത്രം പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഇത് വായിക്കുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകും. ഇത് കാരണം എന്താ? നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ശരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം പഠിപ്പിക്കുകയും അതേക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കാനുള്ള, കാരണം അത് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗികത ആണ്, അല്ലാതെ ഇത് അതിശയോക്തി അല്ല എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിശയോക്തി അല്ലല്ലോ, അതൊന്നും കഥകളല്ലല്ലോ. ഇത് 2000 വർഷം മുമ്പ് എഴുതിയപ്പോൾ ഇതെല്ലാം കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് നടക്കുന്ന ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു 100 വർഷം അല്ല 50 വർഷം മുമ്പ് വായിച്ചാൽ ഇത് മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഇത് ട്രാൻസ്ലേഷൻ ചെയ്തു വെച്ചു. അവർക്കതിനായി ഞാൻ ദൈവം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു. പക്ഷെ ഇന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രയാസം കൂടാതെ മനസ്സിലാകും. മനുഷ്യന്റെ ദേഹം അല്ലെങ്കിൽ അവയവങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വരും എന്ന് ഇന്ന് പ്രസംഗിച്ചാൽ ആരും കൂകത്തില്ല, ഇന്നാരും കളിയാക്കത്തില്ല. അതവർക്ക് മനസ്സിലാകും ശരിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തിക്കോണം. ഇത് വളരെ കൃത്യമായ പ്രവചനമാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ ദേഹം എന്നുള്ളത് ബോഡി പാർട്സ് ആണ്, മനുഷ്യന്റെ അവയവങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യ പ്രാണൻ എന്നുള്ളത് ബ്ലഡാണ്, രക്തമാണ്. അപ്പോൾ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ വളരെ കൃത്യമാണ്. അത് മാറ്റമൊന്നും മറ്റേതെങ്കിലും ഭാഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ദയവായിട്ടത് തിരുത്തിക്കൊള്ളണമെന്നും രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. കാരണം ഇന്നത് പ്രസംഗിക്കുമ്പോൾ സംശയം കൂടാതെ നമുക്കത് അംഗീകരിക്കാം. ഇത് അംഗീകരിക്കാൻ പറ്റാത്തതൊന്നുമല്ല. അതുകൊണ്ട് ദൈവം അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. ഈ വ്യാഖ്യാനം അംഗീകരിക്കാൻ യോഗ്യമായതാ. നീ എത്ര ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന് ഇതിനെ എതിർക്കാൻ ശ്രമിച്ചാലും നമ്മളതിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് വിശ്വസിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല ട്രാൻസ്ലേഷനുകളിൽ ചില വ്യത്യാസങ്ങൾ കാണും. നമ്മൾ മലയാളത്തിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ മറ്റുള്ള ഭാഷകളിൽ കാണത്തില്ല. കാരണം അതിൻ്റെ എന്ന് വെച്ചാൽ ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നാൽ ഒരു ബുദ്ധി ഉപയോഗിക്കാതെ കിട്ടിയതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എഴുതിയതുകൊണ്ടാണ് ഇന്നിതൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുതി വെപ്പിച്ചതിനായും കർത്താവിന് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. നീ കൊതിച്ച കായ്ക്കനിയും നിന്നെ വിട്ടുപോയി, സാധും ശോഭയുള്ളതെല്ലാം നിനക്കില്ലാതെയായി, നീ ഇനി അവയെ ഒരിക്കലും കാണുക. എന്ന് പറഞ്ഞാൽ അവള് കൊതിച്ച കായ്ക്കനികൾ അല്ലേ, അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ്, ഒരു വർഷത്തിൽ കിട്ടാനുള്ള സമ്പത്ത് എല്ലാം കണക്കൂട്ടി വെച്ചതാ. ഇന്ന് ഈ വർഷത്തെ ബിസിനസ് എല്ലാം കഴിയുമ്പോൾ എത്ര മില്യൺ അല്ലെങ്കിൽ എത്ര ട്രില്യൺ അല്ലെങ്കിൽ എത്ര കോടി രൂപ ഖജനാവിലേക്ക് വരും എന്ന് കണക്കൂട്ടി വെച്ചതാ. പക്ഷേ അതെല്ലാം വിട്ടുപോയി. സാധും ശോഭയുള്ളതെല്ലാം വിട്ടുപോയി. എല്ലാം അവിടെ എൻജോയ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ സാധും ശോഭയുള്ളതെല്ലാം അവിടെ വിട്ടുപോയി.
നീ അവയെ ഒരിക്കലും കാണുകയില്ല. അതാ പറഞ്ഞ് നീ ഒരിക്കലും നീ അവയെ കാണുക. പണ്ട് ഇതൊക്കെ പലപ്പോഴും വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ തിരികെ കിട്ടിയിട്ടുമുണ്ട്, തിരികെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഈ പ്രതികാര ദിവസം കർത്താവ് നേരിട്ട് അയക്കുമ്പോൾ അവർക്ക് തിരികെ വരാത്ത വിധത്തിലാണ് അതിന്റെ നാശമുണ്ടാകുന്നത്. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തുനിന്ന് അയ്യോ അയ്യോ മഹാനഗരമയ നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രക്തവും മുത്തുമണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഒന്ന്, ഭൂരാജാക്കന്മാരെല്ലാം കരഞ്ഞു ദുഃഖിക്കുമ്പോൾ ഭൂമിയിലെ വ്യാപാരികളെല്ലാം കൂടി സംഘടിച്ച് അവരും വിലപിക്കുകയാണ്, അല്ലെ, അനുശോചനം രേഖപ്പെടുത്തുക. രാജാക്കന്മാരെല്ലാം കൂടി അനുശോചനം രേഖപ്പെടുത്തും. നമ്മള് വളരെ കരുതിയിരുന്ന രാഷ്ട്രം തകർന്നു പോയി എന്ന് പറഞ്ഞ് അവർ അനുശോചനം രേഖപ്പെടുത്തി ദുഃഖിച്ച് മാറി നിൽക്കും. വ്യാപാരികളെല്ലാം കൂടി അവര് കൂടും. അവർക്ക് അവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം ഇല്ലാതായി തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരും നിലവിളിക്കുകയാണ്. 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവൾ ധരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപ്പാനപാത്രം കൈ പിടിച്ചിരുന്ന പറഞ്ഞിരിക്കുന്നെങ്കിൽ, അതിന്റെ 18-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ദൂരത്തുനിന്ന് അയ്യോ അയ്യോ കഷ്ടം, മഹാനഗരമേ നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടിഞ്ഞുവപ്പും ധരിച്ച് പൊന്നും രക്തവും മുത്തുമണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. രാജാക്കന്മാർ ഒരു ഭാഗത്ത് രാജ്യങ്ങളെല്ലാം കൂടി നിലവിളിക്കും, അനുശോചിക്കും. മറുഭാഗത്ത് വ്യാപാരികളെല്ലാം കൂട്ടുകൂടി അവരും അനുശോചിക്കും. അവരുടെയും ഭാവി നഷ്ടപ്പെട്ടു പോയെന്നാണ് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ലോകത്തെ വലിയ വിലാപം ഉണ്ടാകാൻ പോവുകയാണ്. രാജാക്കന്മാർ വിലപിക്കും, അതെ, വ്യാപാരികൾ വിലപിക്കും. അങ്ങനെ പലരും വിലപിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വിലാപത്തിന്റെ കാലമായി പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഭൂരാജാക്കന്മാർ വിലപിക്കും, അതുപോലെ വ്യാപാരികൾ വിലപിക്കും. തുടർന്ന് അതിന്റെ 17-20 വാക്യത്തിൽ പറയുന്നത്, ഏത് മാലൂമിയും ഓരോ ദിക്കിലേക്കും കപ്പലേറിപ്പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിയുന്ന ഏവനൊക്കെയും ദൂരത്തുനിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ടു മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ച് പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ച് സ്വർഗമേ അവിടെ ദുഃഖിച്ചെന്ന് പറയും. ഇവരെല്ലാം ദുഃഖിക്കുക. ഇത് വിശുദ്ധന്മാരുടെ രക്തം ഒഴുകുമ്പോൾ, അവരെ നിർദ്ദയം കൊന്നുകളയുമ്പോൾ ഭൂരാജാക്കന്മാരൊന്നും അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. വ്യാപാരികളൊന്നും അതും അവര് മൈൻഡ് ചെയ്തില്ല. ഒരു കപ്പൽ പ്രമാണികളോ കപ്പലിൽ ജോലി ചെയ്തവരോ ഒന്നും അവർ ചിന്തിച്ചില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള അവരുടെ സ്വാർത്ഥമായിരിക്കുന്ന ജീവിതത്തിന്റെ ലാഭത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ കർത്താവ് സ്വർഗത്തിലെല്ലാം കണ്ടുകൊണ്ടിരുന്നു. എത്രയോ പേരുടെ തലയാണ് ഛേദിക്കപ്പെടാൻ പോകുന്നത്. വലിയൊരു കൂട്ടം ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവർ രക്തസാക്ഷികളാകും, ഭൂമി രക്തസാക്ഷികളാകും. എണ്ണിക്കൂടാത്തൊരു വലിയ പുരുഷാരത്തെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി ദൈവം ഒരുക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിൽ നിന്ന് 144,000 പേരും രക്തസാക്ഷികൾ എണ്ണി അവിടെ മാറ്റുമ്പോൾ, ഇവരെ കൊന്നുകളയുമ്പോൾ, ഇല്ലാതാക്കി കളയുമ്പോൾ, ഇവിടെ രക്തം ചൊരിയപ്പെടുമ്പോൾ ഒരു രാജാവും ഒരു രാജ്യവും അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ ഒഴിക്കാൻ കാണത്തില്ല. ഒരു ബിസിനസ് സാമ്രാജ്യവും തിരിഞ്ഞു നോക്കത്തില്ല. കപ്പലിൽ വ്യാപാരം ചെയ്തൊരു മാലൂമിയും കപ്പൽ ഉടമസ്ഥരോ കപ്പൽ ജീവനക്കാരോ ഒന്നും അവരാരും ഇത് നോക്കത്തില്ല. അവരൊക്കെ ട്രേഡ് നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ യൂറോപ്പിലൊക്കെ കരച്ചിലുണ്ടാകാൻ തുടങ്ങി. എണ്ണയുടെയൊക്കെ വില പെട്ടെന്ന് റോക്കറ്റ് പോലെ കുതിച്ചു. നിസ്സാരമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ ഉണ്ടായ ഭവിഷ്യത്ത് നമുക്കറിയാം. ഇതിന്റെ അലയടികൾ വരും, എല്ലാ സ്ഥലത്തേക്കും വരും. കപ്പൽ മാർഗം യാത്രകൾ ഇല്ലാതായി കഴിയുമ്പോൾ സാധനങ്ങൾ എല്ലാം പ്രധാനമായിട്ടും വരുന്നത് കപ്പലുകളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ കപ്പലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? 2000 വർഷം മുമ്പൊക്കെ ഇങ്ങനെ ബിസിനസിനെ കുറിച്ച് കണ്ടുകൊണ്ട് എഴുതണമെങ്കിൽ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായി ഭാവി കാലത്തെക്കുറിച്ച് ദർശിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ. ഒരാഴ്ചയായാലും 3-4 ദിവസമേ ആയുള്ളൂ. അത് ഹോർമൂസ് കടലെടുക്ക് അവരടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞു എണ്ണയുടെ വില കൂടി, 20% കൂടി, എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം അടജെല്ലാം തുറക്കപ്പെടണം. എന്നാൽ ഈ സിസ്റ്റം എല്ലാം തകരാൻ പോവുകയാണ്. ഇവരെല്ലാം കരഞ്ഞു വിലപിക്കാൻ പോവുകയാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റി നിർത്തിയിരുന്ന ഈ സമ്പന്നതയുടെ പര്യായമായിരിക്കുന്ന സിസ്റ്റം തകർന്നു പോകും എന്നതാണ് മർമ്മം മഹതിയം ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെ ആലങ്കാരികമായ ഭാഷയിൽ ഒരു സ്ത്രീയോടുള്ള ബന്ധത്തിൽ, രാജ്യത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഭൂലോകത്തിലുള്ള സകല സമ്പദ് വ്യവസ്ഥയും തകർന്നു പോകും, താറുമാറായി പോകും. ഒരു രാഷ്ട്രത്തിന് പോലും നിലനിർത്താൻ കഴിയാത്ത വിധത്തിൽ എല്ലാ സാമ്പത്തിക വ്യവസ്ഥിതിയും തകർന്നു പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോഴാണ് മനുഷ്യർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വരുത്തി മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. ആരൊക്കെയാ നിലവിളിക്കുന്നത്? രാജാക്കന്മാർ നിലവിളിക്കും, വ്യാപാരികൾ നിലവിളിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആകാശത്തിലൂടെ നടന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കരയിലൂടെ നടന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് എന്നതുകൊണ്ട് അങ്ങനെ എല്ലാ വ്യാപാര വ്യവസ്ഥിതി ആൾക്കാരും കരഞ്ഞ് വിലപിക്കും. ഇനി ഭൂഖണ്ഡങ്ങൾ മാത്രമല്ല, സ്പേസിലും മറ്റുമൊക്കെ ബിസിനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇനി ബഹിരാകാശത്ത് അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള രീതിയിലൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ഇതും താമസിയാതെ അവിടുന്ന് വൈദ്യുതി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് അവിടെ ഇവിടുത്തെ സോളാറൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ 24 മണിക്കൂറും പ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, സ്പേസിലുണ്ട്. അവിടെ സോളാർ സ്റ്റേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് 24 മണിക്കൂറും ഊർജത്തെ ശേഖരിച്ചിട്ട് അത് ഭൂമിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കണ്ടുപിടിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ വൈദ്യുതിയെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിന് പോകാൻ വൈദ്യുതി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ചാലകങ്ങളിലൂടെയാണ് വരുന്നത്. പക്ഷെ അതില്ലാതെ ഇതിനെ റിമോട്ടായിട്ട് ഇതിനെ റേഡിയോ തരംഗങ്ങൾ പോലെ വായുവിലൂടെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ചാലകങ്ങളില്ലാതെ, കണ്ടക്ടേഴ്സ് ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ നമ്മളതിന് പറയുന്ന എന്താണ്, ഇതിനെ നമ്മൾ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രേരകമില്ലാതെ അയക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഊർജത്തെ ഭൂമിയിലേക്ക് അയക്കാം എന്നുള്ള കണ്ടുപിടിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വായിപ്പാട്ടിടയാത്തത്. അപ്പം അതിങ്ങനെ അവർ എഴുതിയിരിക്കുന്നത്, അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് ഇപ്പം ഇവിടെ ഒരു LED ബൾബ് കത്തിച്ചാൽ പോലും അതുപോലും വലിയ ഒരു നേട്ടമാണ് മാനവരാശി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവിടുന്ന് വൈദ്യുതി അങ്ങനെ അയച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ വയറൊന്നും വലിക്കാതെ, ലൈനൊന്നും വലിക്കാതെ ഇതിനെ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ റിസീവ് ചെയ്ത് ഇവിടെ ഒരു ചെറിയ ബൾബ് കത്തിച്ചാൽ മതി, വലിയ നേട്ടമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അധികം താമസിയാതെ നമ്മൾ പണ്ട് വെള്ളം ഹൈഡൽ പ്രോജക്റ്റുകളായിരുന്നു. അതിനുശേഷമായിട്ട് പല പ്രോജക്റ്റുകൾ വന്നു, ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ വന്നു, കൽക്കരി, ന്യൂക്ലിയർ. ഇനി അധികം താമസിയാതെ തലയ്ക്ക് മീതെ നിന്ന് എനർജി ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ റിസീവ് ചെയ്ത് ഉപയോഗിക്കുന്നൊരു കാലഘട്ടമൊക്കെ വരും. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു, ഇതെല്ലാം മനുഷ്യൻ സ്വായത്തമാക്കാൻ പോകുന്നു. എന്നാൽ ദൈവം പ്രതികാരം നടത്തുമ്പോൾ ഇതെല്ലാം താറുമാറാകും, തച്ചുടയപ്പെടും, ഇല്ലാതായിത്തീരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശാസ്ത്രം അതിൻ്റെ മികവിലേക്ക് എത്തട്ടെ, നമുക്കും പ്രയോജനപ്പെടുത്താം. അവിടുന്ന് വൈദ്യുതി ഉണ്ടാക്കി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ റിസീവ് ചെയ്ത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അതുപോലെ കറണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലേക്ക് ഫ്രീ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കും വളരെ ഉപകാരമാണ്. റിമോട്ടൊക്കെ വെച്ച് ഉപയോഗിക്കാം, എവിടെ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാം, ചാർജ് ചെയ്തെടുത്താൽ പോലെ. അപ്പോൾ അതൊന്നും അധികം താമസിയാതെ ഇതൊക്കെ ഭൂമിയിൽ വരും എന്നുള്ളതിനും സംശയമില്ല. പക്ഷേ എവിടെയെല്ലാം നീ
കടന്നു കയറിയാലും അതാ പറഞ്ഞിരിക്കുന്നത്, നീ നക്ഷത്രങ്ങളിൽ കൂടുകെട്ടിയാലും അവിടുന്ന് ഊർജം സംഭരിച്ച് നീ ഭൂമിയിലേക്ക് അയച്ച് ബിസിനസ് സ്ഥാപിച്ചാലും, കപ്പലുകളിലൂടെ രാജ്യാന്തരമായി ബിസിനസ് നടത്തിയാലും, കരയിലൂടെ സ്പീഡ് 500-600 കിലോമീറ്ററിൽ സ്പീഡിൽ പായുന്ന ട്രാഫിക് സിസ്റ്റം വന്നാലും, ഇതെല്ലാം വരുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, തകർന്നടയുവാൻ വേണ്ടി 1 മണിക്കൂർ മാത്രം മതി. കേവലം 1 മണിക്കൂർ കൊണ്ട് ഇത് തകർന്നു പോകുമെന്ന് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു വചനത്തോടു കൂടിയാണ് ഇതിവിടെ പറഞ്ഞിങ്ങനെ അവസാനിപ്പിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഒരു കൂട്ടർ കരഞ്ഞ് നിലവിളിക്കും, ഭൂരാജാക്കന്മാർ, വ്യാപാരികൾ, ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യുക, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീ. ഒരു കൂട്ടര് കരയും, ലോകം കരഞ്ഞ് വിലപിക്കും. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവിന്റെ മരണത്തിന് മുമ്പായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ സങ്കടം, ദുഃഖം, നിങ്ങളുടെ വിലാപം സന്തോഷമായി തീരും. അല്ലേ? ക്രിസ്തു യേശു കർത്താവ് മരിക്കുന്ന പറഞ്ഞു, ലോകം സന്തോഷിക്കും, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും. അതെ, ലോക അവസാനത്തിന്റെ ആരംഭത്തെങ്കിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന്റെ മരണത്തെങ്കിൽ ലോകം മുഴുവൻ സന്തോഷിച്ചു. സകല സാമ്രാജ്യത്തെ ശക്തികളും സന്തോഷിച്ചാർത്തു, ഇരുട്ടിന്റെ സകല ശക്തികളും സന്തോഷിച്ചാർത്തു. എന്നാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ചാൾക്കാർ, എന്ന് പറഞ്ഞാൽ അധികം ഇല്ലാത്ത കുറെ ആൾക്കാർ, 500 അധികം ആൾക്കാർ, 500 പേരിൽ കുറവുള്ള ഒരു കൂട്ടം മാത്രമാണ് യേശുവിന്റെ മരണത്തെങ്കിൽ കരഞ്ഞു വിലപിച്ചത്. മറ്റുള്ളവർ മുഴുവൻ സന്തോഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും. ഇവിടെ ലോകം മുഴുവനും സങ്കടപ്പെട്ട് മണ്ണ് വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുന്നൊരു കാലം വരുമ്പോൾ പറയുക, ആനന്ദിപ്പീനെന്ന്, സന്തോഷിപ്പീനെന്ന്. ഇരിക്കുന്ന സ്ഥലത്ത് കരമുയർത്തി പറഞ്ഞാട്ടെ, എന്നേക്കുമുള്ള നിത്യാനന്ദം നമ്മുടെ മേൽ ദൈവം ഒഴിച്ചിട്ടുണ്ട്. ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. സ്വർഗമേ, അതേ, ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ദൈവജനത്തെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആനന്ദതൈലം കൊണ്ടാ. തലയറുക്കപ്പെട്ട് മാറ്റുമ്പോഴും കഷ്ടം സഹിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആനന്ദം നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇവിടുത്തെ ജീവനെ നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ. പകർന്നിരിക്കുന്ന ആനന്ദത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളും മരിക്കുമ്പോൾ ലോകത്ത് നമ്മുടെ ആത്മാവ് വേർപെടുകയുള്ളൂ. ശരീരത്തിൽ നിന്ന് നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആനന്ദിപ്പീൻ, സന്തോഷിപ്പീൻ, ആനന്ദിപ്പീൻ. വിശുദ്ധന്മാരും അപ്പോൾ ഞാൻ ദൈവവചനത്തിന്റെ ഈ എഴുതിയിരിക്കുന്ന അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത്രമാത്രം അടുക്കും ചുറ്റോടും കൂടി കാര്യങ്ങൾ എഴുതുവാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇങ്ങനെ ഇതിനെ രേഖപ്പെടുത്തിച്ച് വെക്കുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല. ഇവിടെ ഒരു കൂട്ടര് ഭൂരാജക്കന്മാർ, വ്യാപാരികൾ, അതുപോലെ എല്ലാ മാലൂമികളും കപ്പൽ ബിസിനസ്സുകാരെല്ലാം കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ട് അതിന്റെ അവസാന വാക്യം 16-ാം വാക്യം പറഞ്ഞിരിക്കുക, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിക്കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിടുന്നു. സ്വർഗത്തിൽ ആരൊക്കെയാണുള്ളത്? സ്വർഗദേശം പ്രാപിക്കാനുള്ളവരെ കുറിച്ച് അവിടെ പറയിക്കുന്ന വിശുദ്ധന്മാര്, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്. ഇവരെ കുറിച്ചുള്ള നേരത്തെ ഒരു വ്യാഖ്യാനം നടത്തിയിരുന്നു. ഞാനത് എത്രമാത്രം അത് ഗ്രഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒന്നുകൂടി ആവർത്തിച്ചത് മനസ്സിലാക്കാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കപ്പലുടമസ്ഥരും അതിലെ സകല ജോലിക്കാരും സമുദ്ര മാർഗത്തിലൂടെ വാണിജ്യ നടത്തുന്നവരും അവരുടെ ദേഹത്തിന്റെ പുക കണ്ട് തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കരഞ്ഞു ലഭിക്കുന്ന രംഗത്തിൽ അവൻ കൈപ്പോടെ നിലവിളിക്കുന്നത് കപ്പലുടമസ്ഥർക്കൊക്കെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിച്ച് മഹാനഗരത്തിൽ ദുർഗതി വന്നതിനാലും അത് കേവലം 1 മണിക്കൂർ കൊണ്ട്
ചാമ്പലായിത്തീരുന്നതിനാൽ സ്വർഗം എന്നിവിടെ സംബോധന ചെയ്തിരിക്കുന്നത് സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന 3 നിരകളുള്ളവരെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗമേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സ്വർഗീയ തേജസ് പ്രാപിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. സൂര്യ തേജസ്, ചന്ദ്ര തേജസ്, നക്ഷത്ര തേജസ്, നക്ഷത്ര തേജസ് വ്യത്യസ്തമായിരിക്കുന്ന തേജസ്. നമുക്ക് 3ആയിട്ട് തിരിക്കാം അതിനെ: സൂര്യ, ചന്ദ്ര, നക്ഷത്ര തേജസ്സുകൾ. അപ്പോൾ സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, നക്ഷത്ര തേജസ്സുകൾ. സ്വർഗം എന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്ന 3 കൂട്ടരും സ്വർഗാസ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ ആരൊക്കെ എത്തിയിട്ടുണ്ട്? കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ അപ്പോസ്തോലന്മാർ എന്നുള്ള പദവി അലങ്കരിക്കാനുള്ള, അപ്പോസ്തലന്മാർ പദവിയാണ്, ശുശ്രൂഷയല്ല. പദവിയും ശുശ്രൂഷയും വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല അപ്പോസ്തല പദവിക്കകത്ത്. അപ്പോസ്തല ശുശ്രൂഷയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോസ്തല ശുശ്രൂഷ അത് ഭൂമി ചെയ്യാനുള്ള ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ നിമിത്തമുണ്ട്. അപ്പോൾ മണവാട്ടി സഭയെ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പ്രായത്തിലേക്ക് എത്തുന്നവരെ അപ്പോസ്തോലിക പദവിയിലിട്ടാണ് ദൈവം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോസ്തോലിക പദവി അപ്പോസ്തലന്മാരായിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്നവരെയാണ് അപ്പോസ്തലന്മാർ എന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്നവർ അപ്പോസ്തലന്മാർ. അപ്പോൾ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരെയാണ് വിശുദ്ധന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാർ എന്നുള്ളത് കർത്താവിൻ്റെ മധ്യാകാശം എടുക്കപ്പെടും. 2 സാക്ഷികളുള്ള ബന്ധത്തിലുള്ള പുനരുത്ഥാനത്തിൽ ഈ പറയുന്ന പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ള 1-ാം സ്വർഗത്തിലുള്ളവർ അവരും ചന്ദ്രദേശ് പ്രാപിക്കാനുള്ള തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്ന സഭയുടെ നിർമ്മല കന്യകയുടെ തോഴിമാരാകുന്ന ചന്ദ്രദേശ് പ്രാപിക്കാനുള്ളവരും എടുക്കപ്പെടും. അതുകൊണ്ടാണ് സ്വർഗാസ്വർഗത്തിൽ പുനരുത്ഥാനം മുഖാന്തരമായിട്ട് ഈ പറയുന്ന മീതയുള്ള യെരൂശലേമിലുള്ള സകല വിശുദ്ധന്മാരോട് എത്തിയിട്ടുണ്ട് ഈ പ്രതികാര ദിവസത്തിന് മുമ്പായിട്ട്. അത് മനസ്സിലാക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉള്ളത് ആനന്ദിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അവരോട് ആനന്ദിക്കാൻ പറഞ്ഞു. പക്ഷെ ഭൂമിയിൽ അതേ നിലവാരത്തിലുള്ളവരുടെ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ 2 കൂട്ടരേ ഉള്ളൂ, അപ്പോസ്തലന്മാരില്ല. അപ്പം അത് മനസ്സിലാക്കി വ്യക്തമാക്കി പഠിക്കേണ്ടത് വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ വിശുദ്ധന്മാരുടെ ബന്ധത്തിലും അപ്പോസ്തലന്മാരുടെ ബന്ധത്തിലും പ്രവാചകന്മാരുടെ ബന്ധത്തിൽ പറയുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗദേശം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിൽ എത്തിയിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ആനന്ദിപ്പീൻ. അപ്പോൾ ഈ വിശുദ്ധന്മാർ എന്നുള്ളത് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായവരെയാണ് ഇവിടെ വിശുദ്ധന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്നു എന്നതിൽ നിന്നും പഴയ നിയമ പുതിയ വിശുദ്ധന്മാരെ വേർതിരിക്കുന്നതിൻ്റെ വ്യക്തതയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും എന്ന് 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ എന്നുള്ളത് എല്ലാവരും കൂടെ കൂടുന്ന വിശുദ്ധന്മാരല്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, വ്യാഖ്യാനിക്കുമ്പോൾ അതിന് തക്കയോഗ്യമായിരിക്കുന്ന വചനം വെച്ച് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പഴയ വിശുദ്ധന്മാരെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? വിശുദ്ധന്മാരിൽ പെടുന്നതല്ലേ പുതിയ നിയമത്തിൻ്റെ പഴയ വിശുദ്ധന്മാർ. അപ്പോൾ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ എന്നതിൻ്റെ അർത്ഥം. വെളിപ്പാട് ദിവസം 18-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 18-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 18-ാം അധ്യായം ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷി രക്തവും കുടിച്ച് മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീ ഈ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ രക്തവും കുടിച്ച് 17-ാമത്തെ 6-ാം വാക്യമാണ്, 18അല്ല 17-ാമത്തെ 6-ാം വാക്യം. അതിൻ്റെ കറക്ഷനുണ്ട്. 17-ാം അധ്യായം 6-ാം വാക്യത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. 17-ന്റെ 6. അതിൻ്റെ 6-ാം അധ്യായം വായിച്ചിട്ട് നമ്മളത് വ്യാഖ്യാനിക്കണം. കാരണം പഠനമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിക്കണം. 17-ാമത്തെ 6-ാം വാക്യത്തിൽ പറയുന്നത്, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് ശ്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു, അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ചോദിക്കുക,
എങ്ങനെയാ വിശുദ്ധന്മാർ പഴയ വിശുദ്ധന്മാരാണെന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് ചോദിച്ചാൽ ഇങ്ങോട്ട് ഉത്തരവില്ലാതായി പോകും. എന്നാൽ അതിന് വാക്യം ഉണ്ട്. 17-ാമത്തെ 6-ാം വാക്യത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷി രക്തം നമുക്കറിയാം, രണ്ടു കൂട്ടരേ ഉള്ളൂ. ഒന്ന് വിശുദ്ധ, ഇവിടെ യേശുവിന്റെ സാക്ഷി എന്ന് പറയുമ്പോൾ സഭയായി. അപ്പോൾ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലുള്ള വിശുദ്ധന്മാരാണെന്നുള്ളത് വ്യക്തം. അപ്പം ഇത് ഇങ്ങനെ വ്യാഖ്യാനിച്ചതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എതിർപ്പോ മറ്റഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കൊണ്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പം വിശുദ്ധന്മാർ എന്നുള്ള പഴയ വിശുദ്ധന്മാരാന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ അടുത്ത ചോദ്യമാണ് ഉയരാം, ഇതെങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും? പഴയ വിശുദ്ധന്മാരാണെന്ന് എങ്ങനെയാണ്? വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ പ്രതിനിധത്തിൽ വിശുദ്ധന്മാർ ഇല്ല ഉണ്ടല്ലോ. അപ്പോൾ പ്രതിനിധത്തിലെ വിശുദ്ധന്മാരായിട്ടുള്ളവരെ എന്നുള്ള സ്വർഗീയ വിളിക്കാരെന്നൊക്കെ വിളിച്ചിട്ടില്ല. അപ്പോൾ വിശുദ്ധന്മാരല്ലേ? ഇതിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഇതിനെ വേർതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് 17-ാമത്തെ 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും കുടിച്ചപ്പോൾ. ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് 140-പ്പെടുന്ന എതിർക്രിസ്തുവിൻ്റെ സമയത്ത് രക്തസാക്ഷിത്വം വഹിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പഴയ നിയമത്തിൻ്റെ സാക്ഷ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ എന്നുള്ളതിനെ നമ്മൾ ഇവിടെ പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാർ എന്ന് നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് കൂട്ടരുണ്ട്. വിശുദ്ധന്മാരുടെ കൂടെ രണ്ട് കൂട്ടരുണ്ട്. നക്ഷത്ര ശോഭയുള്ളവരുണ്ട്, നക്ഷത്ര ശോഭയിൽ വ്യത്യസ്തമായിട്ടുള്ളവരുണ്ട്. അവരെയാണ് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാർ എന്ന രീതിയിൽ വിശുദ്ധന്മാർ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലന്മാർ എന്നുള്ളത് പുതിയ നിയമസഭയിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവിയാകുന്ന നിർമ്മല കന്യകയുടെ പദവിയിലെത്തുന്ന ആദിജാതന്മാരുടെ സഭയാണ് അപ്പോസ്തല പദവി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു അയക്കപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ അയക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന അഥവാ ക്രിസ്തു യേശുവിനാൽ പിതാവ് അയക്കപ്പെട്ട് അവനിവിടെ ഉളവാക്കിയെടുക്കുന്ന അപ്പോസ്തലന്മാർ ഇവിടുന്ന് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. അപ്പോൾ അവർക്ക് അവരുടെ പദവി അപ്പോസ്തോലിക പദവിയാണ്. പ്രവാചകന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ ദൈവസഭയിലെ കന്യകമാരുടെ പദവിയിലെത്തുന്ന ഗണത്തെ പ്രതിദാനം ചെയ്യുന്ന പ്രവാചകന്മാർ. അപ്പോൾ ഭൂമിയിൽ വെച്ച് അപ്പോസ്തോലിക പ്രവചന സൃഷ്ടി ചെയ്തവർ എന്ന അർത്ഥത്തിൽ അല്ല, മറിച്ച് ഈ നിലവാരങ്ങളിൽ എത്തിച്ചേരുവാൻ യോഗ്യത പ്രാപിക്കുന്നവർ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞാൽ മണവാട്ടിയുടെ ഒഴിമാട് നിലവാരത്തിലേക്ക് എത്തുവീൻ എന്നാണ് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് തലയോളം വളരുന്ന അപ്പോസ്തലിക പദവിയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വന്നു, നമ്മൾ പ്രവചനപരം വാഞ്ചിക്കണം, പ്രവാചകന്മാരായി തീരണം, പ്രവാചക പദവിയിലേക്ക് എത്തണം. അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ച പ്രാപിക്കുന്ന അപ്പോസ്തലിക പദവിയിൽ എത്തണം. അപ്പോൾ വിശുദ്ധന്മാരെന്നും അപ്പോസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനന്തരം സ്വർഗാസ്വർഗത്തിൽ സ്വർഗീയ തേജസ് പ്രാപിച്ച് നക്ഷത്ര തേജസ്സോടുള്ള ബന്ധത്തിൽ, അതുപോലെ സൂര്യ തേജസ്സോടുള്ള ബന്ധത്തിൽ, ചന്ദ്രതേജസ്സോടുള്ള ബന്ധത്തിൽ സ്വർഗാസ്വർഗത്തിൽ എത്തിയവരെയാണ് ഇവിടെ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മളിതിനു മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നത് അതിൻ്റെ 18-ാം അധ്യായം 24-ാം വാക്യം വായിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. അല്ല, ഇവിടെ അത് വായിച്ചപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഞാനത് പറഞ്ഞു പോകുന്നത് പിന്നീടാണത് വെളിപ്പെടുത്തേണ്ടെങ്കിലും ഈ ഭൂമിയിൽ അപ്പോസ്തലിക പദവിയിൽ ഉള്ളവർ ആ സമയത്തില്ല എന്നുള്ളത് വ്യക്തമാക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യം പഠിപ്പിച്ചു പോയാൽ എല്ലായിടത്തും ആ പഠനം നിലനിർന്നു പോകണം. അത് മാറ്റി പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം മധ്യാകാശപരങ്ങൾ കർത്താവ് സഭ എടുക്കപ്പെട്ടു, അപ്പോസ്തലിക പദവികളുള്ളവർ ഇല്ല, മണവാട്ടി ഇവിടെ ഇല്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ സ്വർഗമേ എന്ന് പറഞ്ഞ് വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളത് വിശുദ്ധന്മാർ പഴയ ശ്രേഷ്ഠന്മാരാണെന്നും, അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ എന്നുള്ളത് നിർമ്മല കന്യകയുടെ പദവിയിലെത്തുന്നവരാണെന്നും, പ്രവാചകന്മാർ എന്നുള്ള പദവിയിലെത്തുന്നവർ നിർമ്മല കന്യകയുടെ തോഴിമാരാകുന്നുവെന്നും പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കർത്താവിൻ്റെ മധ്യാകാശവാരവിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണോ എന്ന് തെളിവാക്കാൻ വേണ്ടി 18-ാം അധ്യായം 24-ാം വാക്യം വായിച്ച് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളത് മറന്നു കളയരുത്. ഒരുപക്ഷെ ചെറിയ ഒരു കാര്യമാണെന്ന് ചിന്തിച്ച് തള്ളിക്കളയരുത്. വലിയൊരു മർമ്മമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധന്മാരെന്നും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ എന്ന് പറഞ്ഞ് അവളോട് ആനന്ദിപ്പിനെന്ന് പറയുമ്പോൾ
അതിൻ്റെ പിറകിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുമ്പോൾ നിർമ്മല കന്യക ഈ പറയുന്ന ഈ പ്രതികാര ദിവസത്തിൽ അല്ലെങ്കിൽ എതിർക്രിസ്തു ഭരണസമയത്തോടെ കടന്നു പോവുകയില്ല എന്ന തെളിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവിടെയല്ലോ കണ്ടത്. അപ്പോൾ ഭൂമി വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ലോകാരംഭത്തിൽ ചൊരിയപ്പെട്ട രക്തം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷമായിട്ട് 2 ഗണത്തിൽപ്പെടുന്ന സ്വർഗദേശ പ്രാപിക്കാനുള്ളവരേ ഉള്ളൂ. അത് പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരും വിശുദ്ധന്മാരുടെ ഗണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിർമ്മല കന്യകയുടെ തോഴിമാരാകുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്ന ചന്ദ്രദേശ പ്രാപിക്കാനുള്ളവരും നക്ഷത്രദേശ വ്യത്യസ്തയുള്ള തേജസ് പ്രാപിക്കാനുള്ള 144,000 കൂടി ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞത് സ്വർഗത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധന്മാരെ ആണ് അവിടെ കാണിച്ചുകൊണ്ടാണ് സ്വർഗമേ ആനന്ദിപ്പിനെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരിൽ പ്രവാചക പദവിയിൽ എത്തുവാനുള്ള ചന്ദ്രദേശമുള്ളവരെയാണ് പ്രവാചകന്മാരുടെ ബന്ധത്തിലും 144,000 എണ്ണം തികയപ്പെടാത്തതുകൊണ്ട് അവരും രക്തസാക്ഷികളാകുന്നതുകൊണ്ടാണ് വിശുദ്ധന്മാരെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെത്തിയ സ്വർഗദേശം പ്രാപിച്ച വിശുദ്ധന്മാരെ 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം അത് പ്രതിദാനം ചെയ്യുമ്പോൾ 18-ാം അധ്യായം 24-ാം വാക്യം പ്രദാനം ചെയ്യുന്നത് 3 കൂട്ടരെ അല്ല 2 കൂട്ടരേ ഉള്ളൂ. അത് പ്രവാചകന്മാരും വിശുദ്ധന്മാരുമായിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പഠിച്ചു വന്ന വ്യാഖ്യാനിച്ചത് ശരിയാകുന്നു എന്നുള്ളതിൻ്റെ ദൈവവചനത്തിൻ്റെ തെളിവാണ് ഈ രണ്ട് വാക്യങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെറുതെ വായിച്ചു വിട്ടാൽ മനസ്സിലാകത്തില്ല. എത്ര പ്രാവശ്യം അവൻ്റെ 18-ാം അധ്യായം വായിച്ചാലും ഈ മർമ്മം മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ സ്വർഗദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം. നിർമ്മല കന്യകയെക്കുറിച്ചും കന്യകമാരെക്കുറിച്ചും അതുപോലെ വിശുദ്ധന്മാരെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 18-ാം അധ്യായമൊക്കെ വായിക്കാൻ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിച്ചെടുത്ത് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വായിച്ചു പോകാം. അതിൽ മറിഞ്ഞിരിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് ശ്രദ്ധയോടെ വായിക്കണം. ഇവിടെ എന്തുകൊണ്ട് അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വ്യാഖ്യാനാർത്ഥം മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു നിലവാരത്തിൽ ബൈബിൾ വായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം വെളിപ്പാട് പുസ്തകം വായിച്ചാലും ആവർത്തിച്ചാലും വായിക്കാമെന്നേ ഉള്ളൂ. വായിച്ചുകൊള്ളുക, മനസ്സിലായാലും വായിച്ചുകൊള്ളുക. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതിൽ ഇത് ഒഴിവാക്കി എന്നുള്ളതിൻ്റെ ചോദ്യം നമ്മൾ തന്നെ ഉയരണം. അപ്പം അതിന് കാരണമുണ്ടെന്നുള്ളത് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുത്തണത് അത് പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട്. അങ്ങനെ വളരെ ആഗ്രഹത്തോടെ ആവശ്യത്തോടെ ബോധത്തോടെ അന്വേഷിച്ച് തിരഞ്ഞു വായിച്ചെങ്കിൽ മാത്രമേ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 404 വാക്യം കാണാതെ പറഞ്ഞാലും നോ യൂസ്. നല്ലതാ, പഠിക്കുന്ന നല്ലതാ, പറയുന്ന നല്ലതാ. പക്ഷെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മർമ്മം മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 18-ാം അധ്യായം 20-ാം വാക്യം എന്തിനാണ് പ്രദാനം ചെയ്യുന്നത്? സ്വർഗത്തിൽ എത്തിച്ചേർന്ന അപ്പോസ്തലിക പദവിയിലെത്തിയ നിർമ്മല കന്യക സ്വർഗത്തിൽ കർത്താവ് മധ്യാകാശവരവിലെത്തി. കർത്താവിൻ്റെ മധ്യാകാശ പ്രതിശേഷം 3.5 വർഷം കഴിഞ്ഞിട്ട് സാധാന്യ മഹോത്സവം കഴിഞ്ഞ് എതിർക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്ന സമയത്ത് എതിർക്രിസ്തുവിനാൽ കൊല്ലപ്പെടുന്ന ആ 2 സാക്ഷിയുടെ സമൂഹത്തിൽ നിന്ന് അവരെ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ സ്വർഗത്തിൽ 3 ഗണങ്ങളിൽപ്പെടുന്ന വിശുദ്ധന്മാർ എത്തിച്ചേർന്നു. നക്ഷത്രതേജസ് പ്രാപിക്കാനുള്ളവർ വിശുദ്ധന്മാരും സൂര്യതേജസ് പ്രാപിക്കാനുള്ള അപ്പോസ്തല പദവിയുള്ളവരും ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ള വിശുദ്ധന്മാരും എത്തിച്ചേർന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. അപ്പോസ്തലന്മാരുടെ എണ്ണം പൂർണ്ണമായി. എന്നാൽ വിശുദ്ധന്മാരുടെ എണ്ണവും പ്രവാചകന്മാരുടെ എണ്ണവും തികഞ്ഞില്ല. അവർ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നു എന്നതിനെയാണ് 18-ാം അധ്യായം 24-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. രേഖപ്പെടുത്തിയ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും
ഭൂമിയിൽ വെച്ച് കുന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തമുള്ളൂ. അപ്പോൾ ഇവരുടെ രക്തം ചുരിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ എത്തിച്ചേർന്നില്ല. ആരൊക്കെയാണുള്ളത്? പ്രവാചകന്മാർ. നഗരത്തിൻ്റെ ഭാഗത്തോട് ബന്ധപ്പെടാനുള്ള ചന്ദ്രദേശനോട് ബന്ധപ്പെടാനുള്ള അവർ രക്തസാക്ഷികളായി തീരും. അതുപോലെ തന്നെ 144,000 അവിടെ എണ്ണവും തികയുന്നവരെയും വിശുദ്ധന്മാരായിരിക്കുന്ന പഴയ ശ്രേഷ്ഠന്മാരോട് ബന്ധപ്പെടുന്ന 144,000 എണ്ണവും അവിടെ തികയപ്പെടാൻ വേണ്ടി രക്തസാക്ഷികളാകും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഈ വചനം എഴുതിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. രാത്രിയിൽ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഈ കാര്യം മനസ്സായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രവാചകന്മാർ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വിശുദ്ധന്മാർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് മനസ്സായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കാം. ഇവിടെ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ ദേശത്ത് പ്രാപിക്കാനുള്ള 3 ഗണങ്ങളിൽ പെടുന്നവരെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരും 144 ഉൾപ്പെടുന്നവരെ വിശുദ്ധന്മാർ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പദവിയിലെത്തുന്നവർ കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകുന്ന നിർമ്മലകന്യയെ വെളിപ്പെടുത്തി സൂര്യതേജസ് പ്രാപിക്കാനുള്ളവരാണ്. പ്രവാചകന്മാരുടെ ശ്രേണിയിൽപ്പെടുന്നവർ അവർ ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ളവരും കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാട് ഗണത്തിൽപ്പെടുന്ന കന്യകമാട് നിലവാരത്തിൽപ്പെടുന്നവരുമാകുന്നു. അവരെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പ്രതികാര ദിവസം നടക്കുമ്പോൾ ഇതിനകത്ത് 3 കൂട്ടരിൽ അപ്പോസ്തലിക പദവിയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ശ്രേഷ്ഠമായിരുന്ന 1-ാം സ്വർഗത്തിൽ വിശ്രമിച്ചിരുന്നവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2-ാം സ്വർഗത്തിൽ വിശ്രമിച്ചിരുന്ന നഗരത്തിൻ്റെ ഭാഗമായുള്ള ചന്ദ്രശേഖരം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ നഗരത്തോട് ചേരാനുള്ള ബാക്കിയുള്ളവരും ഗോപുരങ്ങളോട് ചേരാനുള്ളവരുമാണ് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത്. അവരുടെ രക്തസാക്ഷിത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞിട്ടില്ല, അത് നിറവേറപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ് ഈ 18-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഭൂമിയിൽ ചൊരിഞ്ഞ സകല രക്തവും അവിടെയാണ് കാണുന്നത്. രാത്രി കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്ര വ്യക്തവും എത്ര കൃത്യവുമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികാര ദിവസം അവസാനം സമ്പൂർണ്ണമാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് 21, 24 വാക്യങ്ങൾ. അത് വായിച്ച് ഞാൻ ഇന്ന് പൂർത്തീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ പ്രതികാര ദിവസത്തിന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യമെടുത്ത് ഇപ്പോൾ നേരത്തെ ഉദ്ധരിച്ചതിൻ്റെ കാരണം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരുമുള്ള വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കിയെങ്കിൽ വളരെയധികം കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കണമേ എന്നും എൻ്റെ വ്യാഖ്യാനം എങ്ങനെ നടത്തിയെന്നും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതും മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് ഒരു കൂട്ടർ കരഞ്ഞു വിലപിക്കുമ്പോൾ ലോകം മുഴുവൻ കരഞ്ഞു വിലപിക്കും. ഒരിക്കലും മടങ്ങി വരാത്ത നിത്യമായിരിക്കുന്ന ദുഃഖത്തിലേക്കും വിലാപത്തിലേക്കും ലോകം നീങ്ങുമ്പോൾ നിത്യകൃപയിലേക്ക് എത്തിച്ചേരുന്ന ദൈവമക്കൾ സന്തോഷിച്ച് ആനന്ദിക്കും. ദൈവകൃപയിൽ അന്ന് ആ സ്വർഗത്തിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭൂമിയിൽ നടക്കുമ്പോൾ അത് നമ്മൾ അവിടെ സന്തോഷിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളത് വായിച്ച് പഠിച്ച് പോകുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്ന് സ്വർഗം എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തരുവാൻ അപ്പോസ്തലിക പദവിയിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതെ, ഈ വിളിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും അല്ലയോ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അപ്പോസ്തലനും മഹാപുരുഷനും വായിക്കുന്ന ശ്രേഷ്ഠപുരവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർഗീയ വിളിക്ക് യോഗ്യരായി തീരാനുള്ളവരെ നോക്കി സ്വർഗീയദേശ പ്രാപിക്കാനുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്വർഗീയ വിളിക്ക് നമുക്ക് യോഗ്യരായി തീരുവാൻ അന്ന് സ്വർഗമേ എന്ന് വിളിക്കുമ്പോൾ ഏസ് എന്ന് പറയുവാൻ അവിടെ നാം ഉണ്ടായിരിക്കണം എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തിന് വിരാമിടുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം നടന്ന ബൈബിൾ ക്ലാസ് സ്റ്റഡിയും ഈ ആഴ്ച നടത്തുവാൻ ദൈവത്തെ കൃപ തോന്നി. ദൈവനെച്ചാൽ വരുന്ന ആഴ്ച കഥാവ് താമസിച്ചാൽ ദൈവത്തിൻ്റെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തിങ്കളാഴ്ച ദൈവന പഠനത്തിനായി കൂടി വരാം. അതുവരെയും കർത്താവിന് വിരിക്കപ്പെട്ട ചെറിയ മറവിൽ സൂക്ഷിക്കപ്പെടാം. ദൈവമായ കർത്താവിലൂടെ നമ്മളെ പരിപാലിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശ്രമം തുണ നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരുമിച്ച് നമ്മൾ കാണണം. സ്വർഗമേന്ന് വിളിക്കുമ്പോൾ അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം. അതിനായി
ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.